നിങ്ങളുടെ മാതാപിതാക്കളാണോ നാർസിസിസ്റ്റിക് സ്വഭാവമുള്ള ആളുകൾ? ഇതായിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്നതിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കണം. എല്ലാം അവർ പറയുന്നതിനനുസരിച്ച്, അവർ പറയുന്ന ആ ഒരു റൂട്ടിൽ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കൾച്ചർ തന്നെ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം തിരിച്ച് ചോദ്യം ചെയ്യുന്നത് വരെ തെറ്റായി കാണുന്ന മാതാപിതാക്കൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. ഇതിലെല്ലാം ഏറ്റവും വലിയ പ്രശ്നം, ഇതെല്ലാം ശരിയാണ്, ഇതാണ് ശരിയായ ജീവിത രീതി എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും. ഇതിനി പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും എന്നൊന്നുമല്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പാരന്റ്, മാതാപിതാക്കൾ നാർസിസ്റ്റിക് സ്വഭാവമുള്ള ആളുകളായി കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യുക, എന്തായിരിക്കും ഇതിന്റെ ഒരു ഇമ്പാക്റ്റ്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഈ ഒരു ടോപ്പിക് തുടങ്ങുന്നതിന് മുന്നേ ചെറിയ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കുക. മാതാപിതാക്കൾ എന്നും ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും ഓരോ കാര്യങ്ങളും അവർ അവരുടെ ലൈഫ് മാറ്റിവെച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. ഇതിനൊക്കെ ഒരുപാട് വാല്യൂ ഉണ്ട്, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരുടെ സ്നേഹത്തിനും അവരുടെ ഓരോ സമയത്തിനും വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതൊന്നും മറന്നുകൊണ്ട് ജീവിക്കണം എന്നല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിലുള്ള ഒരു വ്യത്യാസം, എല്ലാ മാതാപിതാക്കളും ഒരുപോലെയല്ല. ഒരുപാട് മക്കൾ ഈ മാതാപിതാക്കൾ കാരണം വേദനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. ഈ വീഡിയോ അങ്ങനെയുള്ളവർക്കാണ്. നാർസിസിസ്റ്റിക് സ്വഭാവം അഥവാ ടോക്സിക് സ്വഭാവമുള്ള മാതാപിതാക്കളുടെ കൂടെ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട്. സോ ആ ഒരു രീതിയിൽ മാത്രം ഈ ഒരു വീഡിയോ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ നാട്ടിലെ ഈ ഒരു അൺകണ്ടീഷണൽ ലവ് ആയിട്ടുള്ള പാരന്റിങ്ങിലുള്ള ഒരു പ്രത്യേകത, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മാതാപിതാക്കളെ പൂർണ്ണമായിട്ടും റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ എല്ലാം സാക്രിഫൈസ് ചെയ്യണം. പക്ഷേ അവരെ എതിർത്ത് ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. ഈ ഒരു സിസ്റ്റമാണ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു കൂട്ടത്തിൽ ഈ പാരൻസ് ടോക്സിക് ആയിട്ട് അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിക്കുന്ന, മക്കളെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് പാരൻസും കൂടെ ആണെങ്കിൽ ഈ മക്കളുടെ ജീവിതം വളരെ മോശമായിരിക്കും. കാരണം ഇവർക്ക് വരുന്ന ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒരു കാര്യങ്ങളും ഈ മാതാപിതാക്കളോട് തുറന്നു പറയാൻ പറ്റില്ല. ഇവരുടെ ഒരു ഇമോഷൻസും ഈ മാതാപിതാക്കൾ കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ കൂട്ടാക്കില്ല. അവർക്ക് കിട്ടുന്ന ഓരോ ആവശ്യങ്ങളും അവരുടെ കാര്യങ്ങളും അവരുടെ ജീവിതവും കഴിഞ്ഞിട്ടേ ഈ മക്കളുടെ കാര്യങ്ങൾക്ക് വാല്യൂ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ എല്ലാവർക്കും മുന്നിൽ ഈ മാതാപിതാക്കൾ വളരെ സ്നേഹസമ്പന്നരായിരിക്കും. മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന ആളുകളുമായിരിക്കും. ഈ മക്കളുടെ ബുദ്ധിമുട്ടൊരിക്കലും മാതാപിതാക്കൾക്ക് മനസ്സിലാവുകയും ഇല്ല. ചുറ്റു നിൽക്കുന്ന ആളുകൾക്ക് ഇത് തീരെയും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എല്ലാവരുടെയും മുന്നിൽ ഇത് പൂർണ്ണ സന്തോഷമുള്ള ഒരു ജീവിതമാണ്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്, മക്കളെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. ഇത് ഏറ്റവും വലിയ പ്രശ്നമാവുന്നത്, നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ നമ്മുടെ പാർട്ട്ണർ, അതായത് ഹസ്ബൻഡോ വൈഫോ ആണെങ്കിൽ നമുക്കിവരെ വേണ്ട എന്ന് വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവരെ ഡിവോഴ്സ് ചെയ്യാം, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം, വേണ്ടെന്ന് വെക്കാം, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാം. ഒരുപാട് ചോയ്സുകളുണ്ട്. അതിൽ നമ്മളെ ഇമോഷണലി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാതാപിതാക്കളെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും.
മാതാപിതാക്കളുടെ ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇവർ ടോക്സിക് ആയിട്ടും നാർസിസ്റ്റിക് ആയിട്ടും ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഇവരെ വിട്ടുപോകാൻ നമുക്ക് സാധിക്കില്ല. നമുക്കുള്ളിലൊരു ഗിൽട്ട് ഉണ്ടാവും. ഇവർ നമുക്ക് വേണ്ടി ജീവിതം ഇത്രയും സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ഇവരെ വിട്ടുപോയി കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റല്ലേ എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഈ ഒരു ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കില്ല. കാരണം ഇതിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അഫെക്ഷൻ, ആ ഒരു ലവ് ഉണ്ട്, കൂടെ ഒരു ഗിൽട്ട്, കുറ്റബോധം, വലിയ ഒരു കുറ്റബോധമായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസും നിങ്ങളുടെ മുന്നിലുണ്ടാവും. എത്രയൊക്കെ തെറ്റ് ചെയ്താലും എത്രയൊക്കെ വേദനിപ്പിച്ചാലും ഇവർ എൻ്റെ മാതാപിതാക്കളാണ് എന്ന ഒരു ചിന്ത. ഇവിടെയാണ് ഓരോ മക്കളും തോറ്റുപോകുന്നത്. മാതാപിതാക്കൾ എത്ര വേദനിപ്പിച്ചാലും എത്ര ബുദ്ധിമുട്ടിച്ചാലും അവിടെ തന്നെ പിടിച്ചു നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഓരോ മക്കളും അനുഭവിക്കുന്നത് ഇത് തന്നെയായിരിക്കും. എത്ര കുത്തുവാക്കുകളും എത്ര വേദനിപ്പിക്കലും സംഭവിച്ചാലും ആ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെക്കുന്ന ഓരോ മക്കളുടെയും അവസ്ഥ ഇങ്ങനെയായിരിക്കും. എന്ത് ചെയ്യും, എന്ത് തീരുമാനമെടുക്കും, ആരോട് പറയും, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന അവസ്ഥ. ഈ ഒരു പ്രശ്നത്തിന്റെ മെയിൻ കാരണം നമ്മുടെ കൾച്ചർ മെയിൻ്റനൻസ് ആണ്. നമ്മൾ ആ ഒരു കൾച്ചറിൽ എന്താണ് ഫോളോ ചെയ്യുന്നത് അതാണ് റിയാലിറ്റി. കാരണം എല്ലാവരും ഫോളോ ചെയ്യുന്നത് അതാണ്. പാരൻസിനെ റെസ്പെക്റ്റ് ചെയ്യണം, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കണം, ഫാമിലിയാണ് ഫസ്റ്റ്. എന്തൊരു കാര്യം വന്നാലും ഫാമിലി ആയിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. ഇതുപോലെ തന്നെയാണ് ഒരു കാര്യത്തിലും ഒരു പ്രശ്നം വന്നാലും നിങ്ങൾക്ക് എത്ര ഇമോഷണലി ഹേർട്ടായാലും ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ ഒരു രീതിയിൽ നിങ്ങളെ കണ്ടീഷൻ ചെയ്തെടുത്തുകൊണ്ടാണ് ചെറുപ്പം മുതലേ നിങ്ങൾ വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പാരന്റ് നാർസിസ്റ്റിക് അല്ലെങ്കിൽ ടോക്സിക്കും കൂടെ ആയിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അത്രയും അധികം എഫക്റ്റ് വരുന്നത്. കാരണം ഇത് നിങ്ങളുടെ ചെറുപ്പകാലം മുതലേ നിങ്ങളുടെ കൂടെ വളർന്നു വരും. ഇവരെ റെസിസ്റ്റ് ചെയ്തും അഡ്ജസ്റ്റ് ചെയ്തും ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തും സ്വന്തമായിട്ട് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെയും ഇവരുടെ ജീവിതത്തിന് എന്താണോ ആവശ്യം അത് മാത്രമാണ് എൻ്റെ ജീവിതം എന്നുള്ള രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന് ആ ഒരു രീതിയിൽ ആയിപ്പോവും. ഇതിൽ നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെറുപ്പം മുതലേ വളർന്നു വരുമ്പോൾ ലവ് എന്ന് പറയുന്ന ഒരു അപ്രൂവലും സമാധാനം വരുന്നത് സൈലൻസിൽ നിന്നുമാണെന്ന് നിങ്ങൾ പഠിച്ചെടുക്കും. ഇതിൻ്റെ ഒരു റിയാലിറ്റി അന്വേഷിക്കാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് പറയാണ് എനിക്കൊരു ബ്രേക്ക് വേണം, അല്ലെങ്കിൽ എനിക്കൊന്ന് മാറി നിൽക്കണം, എൻ്റെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ മാതാപിതാക്കളുടെ റെസ്പോൺസ്, നിനക്ക് നിന്റെ ജീവിതത്തിൽ ഇത്രയും അധികം ഞാൻ ചെയ്തു തന്നിട്ടും എന്നോട് നീ ഇങ്ങനെയാണോ പെരുമാറുന്നത്, നീ എനിക്ക് വേണ്ടി ഇങ്ങനെയാണോ ചെയ്യുന്നത്, ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ നല്ല മക്കളായിട്ട് തന്നെയാണ് ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത്. ഈ ഒരു കാലത്തിനിടക്ക് കുറച്ചു കാലം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റായിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളല്ല വലുത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടി എന്ന് 100 തവണ എടുത്തു പറഞ്ഞാലും ആ നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന വാക്കിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു നാർസിസ്റ്റിക്കും ടോക്സിക്കുമായിട്ടുള്ള ഒരു പാരന്റും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പാരന്റും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സ്വന്തം നേട്ടങ്ങൾ അല്ല ഒരു ഹെൽത്തി പാരന്റിന്റെ വലിയ സ്വപ്നം.
എല്ലാവരും ഒരുപോലെ സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഫാമിലി ബിൽഡ് ചെയ്തെടുക്കുന്നതും, സ്വന്തം സന്തോഷത്തിന് വേണ്ടി മക്കളെ പോലും ചൂഷണം ചെയ്തുകൊണ്ടാണെങ്കിലും എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ചിന്തിക്കുന്നതും, ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഹെൽത്തും ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൂട്ടാനുള്ള, മോടി പിടിപ്പിക്കാനുള്ള ഒരു ജീവിതശൈലി നിർമ്മിച്ചെടുക്കുന്നതിലാണ് മാതാപിതാക്കളുടെ കണ്ണ് എങ്കിൽ സൂക്ഷിക്കണം. സ്വന്തം ജീവിതം മറഞ്ഞു പോകുന്നത് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ ജീവിതം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനാകുന്ന ഒരേ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പാരൻസിനെ അല്ല, നിങ്ങളുടെ ജീവിതം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പാരൻസിന് ക്ഷമിച്ചു കൊടുക്കുക. അവർ അവരുടെ ജീവിതം സമാധാനമായിട്ട് ആഗ്രഹിച്ച പോലെ ജീവിക്കട്ടെ. പകരം നിങ്ങളെ മനസ്സിലാക്കുക. നിങ്ങൾ ചെറുപ്പം മുതൽ അനുഭവിച്ചു വന്നതും നിങ്ങളുടെ ജീവിതവും ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, ഇതെല്ലാം നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് ജീവിക്കുക. കൂടെ മാതാപിതാക്കൾക്ക് വേണ്ടതും കൂടെ ചെയ്തു കൊടുക്കുക. ഇനി ശാരീരികമായിട്ട് പോലും അബ്യൂസ് ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. തല്ലുന്നവര്, അടിക്കുന്നവര്, ചവിട്ടുന്നവര്, ഒരു രീതിയിലും ഒരു ദയയും കാണിക്കാതെ പെരുമാറുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു അകലം പാലിക്കണം. കാരണം എത്ര സ്നേഹം തന്നു എന്ന് പറഞ്ഞാലും ഇതൊന്നും നിങ്ങളെ വേദനിപ്പിക്കാനോ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനോ ഉള്ള ഒരു ലൈസൻസ് അല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തീരുമാനം, നിങ്ങൾക്കൊരു നല്ല മെച്ചോർഡായിട്ടുള്ള ഒരു ഏജ് റീച്ച് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കേണ്ടതാണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള ഓരോ ജീവിതവും ഓരോ തീരുമാനങ്ങളും അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് എന്ന് കരുതി പാരൻസിനെ ഇൻവോൾവ് ചെയ്യരുത് എന്നല്ല. ചില പാരൻസ് നിങ്ങളെക്കാൾ അറിവുള്ളവരുണ്ടാവും, നല്ല സ്നേഹിക്കുന്നവരുണ്ടാവും, മക്കളുടെ വെൽബീയിങ്ങിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളും ഉണ്ടാവും. അങ്ങനെയുള്ളവരെ എപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഞാൻ ഈ സംസാരിച്ചത് എല്ലാം മക്കളെ ചൂഷണം ചെയ്യുന്ന, വേദനിപ്പിക്കുന്ന, മക്കളെ മാനിപ്പുലേറ്റ് ചെയ്ത് മക്കളുടെ കുടുംബജീവിതം പോലും നശിപ്പിച്ചിട്ടാണെങ്കിലും സ്വന്തം മകനെ അല്ലെങ്കിൽ മകളെ സ്വന്തം കൺട്രോളിൽ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ കുറിച്ചാണ്. വെറും നാർസിസ്റ്റിക് ചിന്താഗതി കൊണ്ട് മാത്രം ജീവിക്കുന്ന വളരെ നല്ലവരായ ആ മാതാപിതാക്കളെ കുറിച്ച്. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിലും ഷോർട്ടായിട്ട് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇത് കുറച്ച് ലോങ് ആണെന്നറിയാം. മാക്സിമം നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സോ സ്റ്റേ aware, stay grounded, be empathetic. This is TQ Talks.